നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി. അമ്മ പ്രാർത്ഥനാ ധ്യാനം. ഭഗവാൻ ഇന്ന് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഈ മെസ്സേജ് കാണുമ്പോൾ, ഈ ഒരു സന്ദേശം, കൃഷ്ണ സന്ദേശം വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ മെസ്സേജ് ഒരു സന്ദേശമായിട്ട് തോന്നുന്നത്, ഭഗവാൻ നൽകുന്നത്, അതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കാം. ഞാൻ പറയുന്നത് മാത്രമല്ല, കാരണം ഓരോരുത്തർക്കും ഓരോ മെസ്സേജ് ആയിരിക്കും ഭഗവാൻ തരിക, ഒരേ സന്ദേശം, ഓരോ രീതിയിലുള്ളത്, അവരവരുടെ മാനസികാവസ്ഥ അനുസരിച്ച്, അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച്. അതുകൊണ്ട് ഇതിൽ മെസ്സേജ് കാണുമ്പോൾ നിങ്ങളുടേതായ രീതിയിലും അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം കേട്ടോ. ഞാൻ പറയുന്നത് മാത്രം ആയിട്ട് എടുക്കേണ്ട. 2 കാർഡാണ് ഇപ്പം നമ്മൾ എടുക്കാറുള്ളത്. കാരണം ഭഗവാനെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് 2 കാർഡ്. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ, യുവർ കോൾ വിൽ ബി ആൻസേർഡ്. നല്ലൊരു കാർഡാണ്. ഇനി ഒരു കാർഡും കൂടി. സ്റ്റേ കണക്റ്റഡ് വിത്ത്. നല്ല 2 കാർഡുകളാണ് ഇപ്പം നമുക്ക് തന്നിട്ടുള്ളത്. യുവർ കോൾ വിൽ ബി ആൻസേർഡ്, സ്റ്റേ കണക്റ്റഡ് വിത്ത് കേട്ടോ. ഇപ്പം എന്താ പറയുന്നത്? യു ആൻഡ് യുവർ പ്രയേഴ്സ് ആർ നെവർ അൺഹേർഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ഒരിക്കലും കേൾക്കാതിരിക്കില്ല. അതിനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹവും മറുപടിയും തരുമെന്ന് ഉറപ്പിച്ച് പറയാണ് ഭഗവാൻ. അതേപോലെ തന്നെ സ്റ്റേ കണക്റ്റഡ് വിത്ത് കേട്ടോ. കണക്ട് വിത്ത് ദ ഡിവൈൻ ഇൻ യു. നമ്മുടെ ഉള്ളിലൊരു ദൈവിക ചൈതന്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ സിറ്റ് ക്വയറ്റ്ലി, ക്ലോസ് യുവർ ഐസ് ആൻഡ് കാം യുവർ മൈൻഡ്. യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ഓൾ യുവർ ട്രബിളിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് 2 രീതിയിൽ ഭഗവാൻ പറഞ്ഞു. ഒന്ന്, യുവർ കോൾ വിൽ ബി ആൻസേർഡ്. അത് നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത്, ദൈവം അത് വിളി കേൾക്കും, ഭഗവാൻ അത് വിളി കേൾക്കും. ഭഗവാൻ അതിനുള്ള റിപ്ലൈ നമുക്ക് തരും. അതായത് അനുഗ്രഹമായിട്ട് ഏത് രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തരും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഭഗവാൻ സൂചിപ്പിക്കുകയാണ്. സ്റ്റേ കണക്റ്റഡ് വിത്തിൻ. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണമെന്ന് ഭഗവാൻ പറയാണ് കേട്ടോ. കണക്ട് വിത്ത് ദ ഡിവൈൻ ഇൻ യു. നമ്മുടെ ഉള്ളിലൊരു ദൈവികമായ ചൈതന്യമുണ്ട്, ഒരു ദിവ്യത്വമുണ്ട് നമ്മുടെ ഓരോ മനുഷ്യരുടെ ഉള്ളിലും. അപ്പം അതിലേക്ക് കൂടി കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം അതിൽ നിന്നും ഒരു ആൻസർ കിട്ടും നമുക്ക്, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ളത്. അപ്പം 2 രീതിയിലും നമുക്കുള്ള ഉത്തരങ്ങൾ കിട്ടും. ഒന്ന്, ഭഗവാനായിട്ട് തന്നെ നമുക്കൊരു അനുഗ്രഹമായിട്ട് നമുക്ക് ഉത്തരം തരും. 2, നമ്മൾ ആവശ്യപ്പെടും നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് പോകേണ്ട വഴികൾ ഏത് തിരഞ്ഞെടുക്കണം, എങ്ങനെ പോകണം എന്നുള്ളതിന് ഉത്തരമായിട്ട് നമ്മളിലേക്ക് തന്നെ കണക്ട് ചെയ്യുക, നമ്മളിലേക്ക് തന്നെ നോക്കുക, സൈലൻ്റ് ആയിട്ട് ഇരിക്കാനാണ് പറയണത്. സിറ്റ് ക്വയറ്റ്ലി കേട്ടോ. ക്ലോസ് യുവർ ഐസ് ആൻഡ് കാം യുവർ മൈൻഡ്, യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ഓൾ യുവർ ട്രബിളിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ശാന്തമായിരുന്ന് മനസ്സിനെ ശാന്തമാക്കി കണ്ണുകളടച്ച് നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ആൻസർ വരും നമ്മുടെ ചോദ്യങ്ങൾക്ക്. ഏത് വഴി തിരഞ്ഞെടുക്കണം, ഏത് രീതിയിൽ പോകണം, എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം അതും നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് പറയുന്നത്. കാരണം അതും ദൈവത്തിൻ്റെ തന്നെ ഒരു അനുഗ്രഹമാണ്, നമുക്ക് ദൈവത്തിൻ്റെ ഒരു സൂചനയാണ്. അപ്പം 2 നല്ല കാർഡ് കണക്ട് ചെയ്തിട്ടാണ് ഭഗവാൻ എപ്പോഴും കാർഡുകൾ തരുന്നത് കേട്ടോ. അപ്പോൾ ആ ഭഗവാന്റെ പ്രസൻസ് ഇതിലുണ്ട് എന്നുള്ളതാണ് ഉറപ്പിക്കാൻ നമുക്ക്. കാരണം നമ്മുടെ കോളിനുള്ള ആൻസർ ഭഗവാൻ ഈ രൂപത്തിൽ തരുന്നുണ്ട്. 2 കാർഡ് എടുക്കുമ്പോൾ അത് രണ്ടും തുല്യമായ ഒരേ ഉദ്ദേശത്തിലേക്ക് നയിക്കുന്ന, ഒന്നിനോടൊന്ന് അനുബന്ധിച്ചുള്ള കാർഡുകൾ. അപ്പോൾ ഇത് നമ്മൾ ഇതെടുക്കാം. നമുക്ക് ഭഗവാൻ നമ്മുടെ പ്രായർ കേൾക്കാതിരിക്കില്ല പ്രാർത്ഥന. പിന്നെ ഇതിൽ നമ്മുടെ ചാനലിൽ 2ലും ഉണ്ട്. സ്നേഹജ്യോതിസ് ഗുരുകുലത്തിലും ഉണ്ട്, അമ്മ പ്രാർത്ഥനാ ധ്യാനത്തിലും ഉണ്ട്. നാമജപം, അതെല്ലാവരും പങ്കെടുക്കുക. എല്ലാ ദുരിതങ്ങൾക്കും നമ്മൾ പ്രത്യേക രീതിയിലാണ് നാമം ജപിക്കുന്നത്. ആ നാമത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച്, അത് പവർ കൂടുതലാണ്, ശക്തി കൂടുതലാണ്. നമ്മുടെ ഉള്ളിലുള്ള, ഇപ്പോൾ ഈ ഭഗവാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉള്ളിലേക്ക് കണക്ട് വിത്ത് ദ ഡിവൈൻ ഇൻ യു എന്ന്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഡിവൈൻ ചൈതന്യത്തിനെ ഉയർത്താൻ ആ നാമജപം സഹായിക്കുന്ന രീതിയിലാണ് നാമത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ നമുക്കതിൽ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ജ്യോതിഷ സംബന്ധമായിട്ട് നാമജപം ഉണ്ട് നമ്മുടെ കാറിൽ. ജ്യോതിഷ സംബന്ധമായിട്ട് അറിയുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ആ ജ്യോതിഷത്തിൻ്റെ വീഡിയോകളിലുണ്ട്. അപ്പോൾ അതിനൊരു ദക്ഷിണയും ഉണ്ട്. നിങ്ങൾ മനസ്സറിഞ്ഞ് തരുന്ന ദക്ഷിണയാണ് ഞാൻ സ്വീകരിക്കുന്നത് ഓൺലൈനാകുമ്പോൾ കേട്ടോ.
അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.